കർഷകർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് നല്ല ആരോഗ്യത്തോടെയുള്ള വിളകൾ നൽകുക എന്ന ഒരേയൊരു ലക്ഷ്യത്തോടെയാണ് ഈ സ്കീം കേരളത്തിൽ പൂർണ്ണമായി വന്നിട്ടില്ലെങ്കിലും ചിലയിടങ്ങളിൽ ഇപ്പോഴും സ്മാർട്ട് ഫാമിംഗിനെ നാം ഉപയോഗിക്കുന്നു. സ്മാർട്ട് ഫാമിംഗിന്റെ ഒരു പ്രധാന ഘട്ടമാണ് ഡ്രോണുകൾ. ഡ്രോണുകൾ ഉപയോഗിച്ച് നമുക്ക് വാഴത്തോട്ടങ്ങൾ നനയ്ക്കാനും അതുപോലെ തന്നെ മറ്റു ചെടികളെ നനയ്ക്കാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഉഴുതുമറിച്ചിട്ട സ്ഥലത്ത് വിത്തുകൾ വിതയ്ക്കാനും ചെടികളുടെ ആരോഗ്യവും മറ്റ് രോഗങ്ങളും അറിയാനും സാധിക്കുന്നു. ഇവിടെ ഈ വാഴത്തോട്ടത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് വെള്ളം നനയ്ക്കുകയാണ്. അവിടെ ആ ഉഴുതുമറിച്ചിട്ട സ്ഥലത്ത് ഡ്രോണുകൾ ഉപയോഗിച്ച് വിത്തുകൾ വിതയ്ക്കുന്നു. അവിടെ ആ കോട്ടൺ തോട്ടത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ച് അവയുടെ ആരോഗ്യവും രോഗങ്ങളും അറിയാൻ സാധിക്കും. അടുത്തതായി സോയിൽ സെൻസർ. സോയിൽ സെൻസർ ഉപയോഗിച്ച് നമുക്ക് മണ്ണിന്റെ ആരോഗ്യവും pHഉം ന്യൂട്രിയൻസും എല്ലാം അറിയാൻ സാധിക്കും. അവിടെ ആ പാഡി ഫീൽഡിൽ സോയിൽ സെൻസർ ഉപയോഗിച്ച് മണ്ണിന്റെ ആരോഗ്യവും വളർച്ചയും അന്വേഷിക്കുകയാണ്. അടുത്തതായി റോബോബിൽസ്. റോബോബിൽസ് ഉപയോഗിച്ച് നമുക്ക് സാധാരണ ജീവികളെ പോലെ തന്നെ പോളിനേഷൻ നടത്താൻ സാധിക്കുന്നു. അടുത്തത് പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ചെടികളിലുള്ള ചെറിയ ജീവജാലങ്ങളെ കൊല്ലാൻ സാധിക്കുന്നു. ഇതാണ് കാക്കി സെൻസർ. കാക്കി സെൻസർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ കാക്കീസിന്റെയും ആരോഗ്യവും രോഗവും എല്ലാം അറിയാൻ സാധിക്കുന്നു. ഇത് സ്മാർട്ട് ഫാമിംഗിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇനിയും കുറേയധികം ടെക്നോളജികൾ സ്മാർട്ട് ഫാമിംഗിനുണ്ട്. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു.